ജീവിക്കാൻ മാന്യമായ ശമ്പളത്തിനായി തെരുവിലിറങ്ങിയ നഴ്സുമാരുടെ പ്രശ്നം കേൾക്കാൻ സർക്കാരിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കൾ 2 കമ്മിറ്റിയിലും അംഗമാണല്ലോ, IRC-യിലും അംഗമാണ്, മിനിമം വേജസ് കമ്മിറ്റിയിലും അംഗമാണ്. ഇന്ന് ഡോക്ടർമാർ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് 17,200 രൂപ അടിസ്ഥാന ശമ്പളം നൽകുവാൻ തയ്യാറാണ് എന്ന്. അതായത് സർക്കാർ തീരുമാനിച്ച ശമ്പളം, അതായത് IRC-യും മിനിമം വേജസ് കമ്മിറ്റിയും തീരുമാനിച്ച ശമ്പളം. 2 ചർച്ചകൾ ഈ ആഴ്ച നടക്കാനിരിക്കുകയാണ്, 19-ാം തീയതിയും 20-ാം തീയതിയും. ഹൈക്കോടതിയുടെ മധ്യസ്ഥതയിൽ 19-ാം തീയതി ചർച്ച, 20-ാം തീയതി മുഖ്യമന്ത്രിയും ചർച്ച വിളിച്ചിരിക്കുന്നു. ഇതിനു മുൻപ് എന്തിനാണ് ഇത്തരമൊരു പ്രസ്താവന ഡോക്ടർമാർ, ആശുപത്രി ഉടമകളുടെ സംഘടന നടത്തിയിരിക്കുന്നത്? ഈ ചർച്ചകളെ അട്ടിമറിക്കുന്ന രീതിയിലായി പോയില്ലേ? ഇല്ലല്ലോ, അവർ പറഞ്ഞത് മിനിമം വേജസ് കമ്മിറ്റി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് അവർ അംഗീകരിച്ചു എന്നാണ്. അതിലപ്പുറത്ത് അവരൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഞാനുണ്ടായിരുന്നു ആ മീറ്റിങ്ങിന്, ഇവരെല്ലാം നമ്മുടെ ലിബിനൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ട്. അവിടെ വെച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രഖ്യാപനം വന്നു. അപ്പോൾ തന്നെ ഈ നഴ്സ് ലിബിൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ചർച്ചകൾ ഉണ്ടാവുക. അപ്പോൾ ആ ചർച്ച അനുസരിച്ചിട്ട് മാനേജ്മെൻറ്റുകൾ അത് അംഗീകരിച്ചു, യൂണിയനുകൾ അത് അംഗീകരിച്ചു. CIT ഉണ്ടായിരുന്നു, അവിടെ INTUC ഉണ്ടായിരുന്നു, അവർ മറ്റേ അതേമാതിരി യൂണിയനുകൾ. അപ്പോൾ യൂണിയനുകളുടെ സ്ഥലത്ത് ഇതെന്താണെന്ന് വെച്ചാൽ, ഒരു ഹോസ്പിറ്റലിൽ 70% സ്റ്റാഫ് മറ്റുള്ള സ്റ്റാഫും, ലാബ് ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നീഷ്യൻ, അതുമാതിരിയുള്ള ടെക്നീഷ്യന്മാരും, ഇപ്പുറത്തെ ഭാഗത്തൊരു 30-35% നഴ്സുമാരുമാണ്. അപ്പോൾ 2 തരത്തിലുള്ള സാലറി, വലിയ വ്യത്യാസം സാലറിയിൽ പാടില്ല എന്നുള്ള സമീപനം അവരെടുത്തു. അതായത് നഴ്സുമാർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കുവാൻ പറ്റില്ല എന്ന് മറ്റ് സാങ്കേതിക നഴ്സുമാർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കുവാൻ പറ്റില്ല എന്ന് ആശുപത്രികളിലെ മറ്റ് സാങ്കേതിക വിദഗ്ധർ വാശി പിടിക്കുന്നത് കൊണ്ട് നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം 17,200 രൂപയിൽ നിന്ന് കൂട്ടാൻ ഒരു നിവൃത്തിയും ഇല്ല എന്ന് തന്നെയാണോ മിനിമം വേജസ് കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്? അല്ല, അങ്ങനെയല്ല. ഇത് ആദ്യം തൊട്ടട്ടെ യൂണിയൻ, അത് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ അതിനെപ്പറ്റി കൂടുതൽ പറയുക. അദ്ദേഹം യൂണിയനിലെ ഏറ്റവും വലിയ നേതാവാണല്ലോ, അദ്ദേഹത്തിന് അറിയാം. അതായത് അവർ പറഞ്ഞിരുന്നത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീപ്പർ തൊട്ടിട്ടുള്ള നമ്മുടെ എന്താ പറയുക നേഴ്സ് വരെയുള്ള എല്ലാ ആൾക്കാരുടെ വേജസിൽ വ്യത്യാസം വരണമെന്നാണ് അതിൻ്റെ തർക്കം വന്നിരുന്നത്. അപ്പോൾ ആ തർക്കം, ഉദാഹരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ മാത്രമല്ല, ഇപ്പോൾ അധ്യാപകരുടെ മിനിമം വേജസിൻ്റെ കാര്യം വരും. ഞങ്ങളുടെ MBA ഗ്രാജുവേറ്റ്സ് വർക്ക് ചെയ്യുന്നവരുടെ മിനിമം വേജസ് പല സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, ഹോസ്പിറ്റൽ മാത്രമല്ലല്ലോ. അപ്പോൾ വളരെ വലിയ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള സംഭവം. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫാർമസിസ്റ്റ് ഒരു മെഡിക്കൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അവരുടെ സാലറി ഭയങ്കരമായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഫാർമസിസ്റ്റിന് അതിനനുസരിച്ചിട്ട് കൂട്ടേണ്ടി വരും. അപ്പോൾ ആ തരത്തിലുള്ള എന്താ പറയുക, ഒരു വളരെ വിപുലമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റാഫ് ഉണ്ടാവും, അത് ഡിപ്പെൻഡ് ചെയ്യണം, സ്പെഷ്യാലിറ്റി അനുസരിച്ചിട്ട് ഒരുപാട് സ്റ്റാഫ് ഉണ്ടാവും. മാത്രമല്ല പഴയ കാലഘട്ടം മാതിരിയല്ല, പണ്ട് കാലഘട്ടത്തിൽ ആരും ക്വാളിഫൈഡ് അല്ല. ഇപ്പോൾ അത് നഴ്സുമാർ BSc നഴ്സിംഗ് ഉണ്ട്, മറ്റൊരു BSc MLT ഉണ്ട്, അതുമാതിരിയുള്ള പല പല രീതിയിലുള്ള സംഭവം. എല്ലാവർക്കും ഡിഗ്രിയൊക്കെ ഉള്ളൊരു കാലഘട്ടം, കൂടുതൽ ഡിഗ്രി വന്നുകൊണ്ടിരിക്കുന്നത് കേരള നമ്മുടെ യൂണിവേഴ്സിറ്റി എന്നൊക്കെ. അപ്പോൾ ആ സാങ്ഷൻ വന്നിരിക്കുക പുതിയ ഡിഗ്രി കോഴ്സുകൾക്കൊക്കെ ഈ മെഡിക്കൽ ഫീൽഡിൽ തന്നെ പാരാമെഡിക്കലായിട്ടുള്ള. അപ്പോൾ ആ നിലക്ക് ഒരു എന്താ പറയുക കാസ്കേഡിങ് എഫക്റ്റ് ഉണ്ടാവും ഇതിലെല്ലാവരും. അപ്പോൾ അവിടെ ഉണ്ടായത് ഞങ്ങൾ സമ്മതിച്ചു, അവിടെ ഉണ്ടായത്. അപ്പോൾ അത് തന്നെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളൂ, അതിനപ്പുറത്തോട്ടില്ല. പിന്നെ അതിൻ്റെ അവിടെ ഗ്രേഡിങ്ങിനെ പറ്റിയിട്ടും, അതായത് ആശുപത്രികളുടെ ഉയർന്ന ആശുപത്രികളെ കൂടുതൽ, അതായത് 17,200 ഇത് സമ്മതിച്ചു കൊള്ളണം നഴ്സുമാർ, ഇതിനപ്പുറത്തേക്ക് പോകാൻ നിവൃത്തിയില്ല. അത് തന്നെയല്ലേ തീരുമാനം? അങ്ങനെയല്ല, അത് 17,200 അല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ട് 10,000-20,000 രൂപയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ല, അങ്ങനെ നമ്മൾ നോക്കണ്ട. 50% വർദ്ധവ്. ശ്രീ ഷിബു ബേബി ജോൺ അവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കാലത്ത് ഞാൻ ഈ കമ്മിറ്റി മെമ്പറായിരുന്നു. ആ കാലഘട്ടത്തിൽ അത് 30-35% വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത്തവണ 50% വർദ്ധിപ്പിച്ചു. അപ്പോൾ ആ 50% വർദ്ധിപ്പിച്ചത് മറ്റ് തസ്തികകളിലൊക്കെ ഉള്ള ആൾക്കാർ അംഗീകരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇത് മാനേജ്മെൻറ്റ് നഴ്സുമാർ മാത്രമായിട്ടുള്ള തർക്കമല്ല, അത് മാനേജ്മെൻറ്റ് ഒരു ഭാഗത്തുണ്ട്, നഴ്സുമാരുണ്ട്, മറ്റുള്ള തസ്തികകളിലുള്ള ആൾക്കാരുണ്ട്. ഒരുപാട് അതിഥികൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞ രീതിയിൽ തന്നെയാണോ യൂണിയനുകൾ മിനിമം വേജസ് കമ്മിറ്റിയിൽ ഇടപെട്ടത്? ഈ 17,200 എന്ന സംഖ്യ നിശ്ചയിക്കുവാൻ കാരണം ഈ ആശുപത്രിയിലെ തന്നെ മറ്റ് സാങ്കേതിക വിദഗ്ധരുടെ പ്രതിനിധികൾ അവരും നഴ്സുമാരുടെ ശമ്പളം ഇതിൽ കൂടുതലാകാൻ പറ്റില്ല എന്ന് വാദിച്ചു. ഒപ്പം CIT ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളും. അല്ല, നഴ്സുമാരുടെ ശമ്പളം കൂട്ടിക്കൊടുക്കാൻ പാടില്ലെന്ന് ഒരു തൊഴിലാളി സംഘടനയും ബാധിച്ചിട്ടില്ല. അത് മഞ്ജുഷിന്റെ കണ്ടുപിടുത്തം ശരിയല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതാണ്. പണിയെടുക്കുന്ന തൊഴിലാളികളുടെ
ഞാൻ അല്ല, ഫസൽ ഗഫൂർ തൊഴിലാളി സംഘടന അവിടെ ഫിക്സ് ചെയ്തതാണ്. ലിബിൻ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ലിബിൻ അവിടെ ഉണ്ടല്ലോ, അവിടെ ഫിക്സ് ചെയ്ത എമൗണ്ടാണ് ഞാൻ പറയുന്നത്. അല്ല നേഴ്സുമാർ അംഗീകരിച്ചിട്ടില്ല. താങ്കൾ പറഞ്ഞു CITUവിന്റെ പ്രതിനിധിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അവരെല്ലാം അംഗീകരിച്ച കാര്യമാണെന്ന് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞത്. അതെ, അവിടെ ഞങ്ങൾ തർക്കം ഉണ്ടായില്ലല്ലോ. അവിടെ CITUയുടെ പ്രതിനിധി, INTUCയുടെ പ്രതിനിധി, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അവരവിടെ നിന്ന് അംഗീകരിച്ചു. അപ്പൊ തന്നെ അവിടെ ലിബിൻ ഉണ്ടായിരുന്നു. ലിബിനോട് ചോദിക്കാലോ. അപ്പൊ ലിബിൻ അവിടെ നിന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ലിബിൻ എഴുന്നേറ്റ് പോയി. ഇതാണ്ടായത്. അവർക്കാർക്കും സംഘടനാ നേതാക്കന്മാർക്കാർക്കും നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് എതിരല്ല. CITUവിൻ്റെ നിലപാട് വ്യക്തമായി പറയാം. അവർക്ക് ഇന്ന് സുപ്രീം കോടതി നിയോഗിച്ച സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട ഒരു കമ്മിറ്റി നിയമിച്ചതേക്കുറിച്ച് തീരുമാനിക്കണമെന്ന് പറഞ്ഞു. ആ സുപ്രീം കോടതിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച ഹെൽത്ത് സെക്രട്ടറി ചെയർമാൻ നിയമിച്ച കമ്മിറ്റിയുടെ ശുപാർശ നടപ്പാക്കുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടു. ഒരു സംസ്ഥാനവും ഇതുവരെ നടപ്പാക്കിയില്ല. കേരള സംസ്ഥാനത്തിന് മുമ്പിലും ആ ശുപാർശ നടപ്പാക്കുന്നതിൻ്റെ ആവശ്യം വന്നു. ആ ശുപാർശ നടപ്പാക്കണമെന്ന് തന്നെയാണ് CITUവിൻ്റെ അഭിപ്രായം. നഴ്സുമാരുടെ ശമ്പളം മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതുകൊണ്ട് കുറയ്ക്കണമെന്നുള്ള അഭിപ്രായം CITUവിനില്ല. അങ്ങനെയെങ്കിൽ 20,000-ൽ എത്തിക്കണം. നേഴ്സുമാർ ആവശ്യപ്പെടുന്നതും സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് കൊടുത്ത നിർദ്ദേശവും 20,000 എന്നത് തന്നെയാണല്ലോ. കേന്ദ്ര സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ നിർദ്ദേശം അത് തന്നെയാണല്ലോ. അത് അംഗീകരിക്കാമെന്ന് തൊഴിൽ മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞതുമാണ്. അത് CITUവും ആവർത്തിക്കുകയാണ്. 20,000 അടിസ്ഥാന ശമ്പളം വേണം, അതാണല്ലോ നഴ്സുമാരുടെ ആവശ്യം. അതിനൊപ്പമാണ് CITU. അപ്പോൾ മിനിമം വേജസ് കമ്മിറ്റിയുടെ തീരുമാനം മാറ്റണം എന്ന് തന്നെയല്ലേ CITUവിൻ്റെ നിലപാട്? മഞ്ജുഷേ, എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാൻ സമയം തരുമെങ്കിൽ ഇതിൻ്റെ ഒരു IRC ഉണ്ട്. ആശുപത്രികളുടെ വേതനം തീരുമാനിക്കുന്നതിന് വേണ്ടി തൊഴിലുടമകളും തൊഴിലാളി പ്രതിനിധികളും ചേർന്ന ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ ശുപാർശ, ആ കമ്മിറ്റി സമയം കൊടുത്ത ആദ്യം 3 മാസം ഈ സുപ്രീം കോടതിയുടെ നിർദ്ദേശം